ഇന്ന് ഇവാൻ്റെ സ്കൂളിലത്തെ മീറ്റിംഗ് ആണ്. അപ്പം അതിന് വേണ്ടി പോവുക. അപ്പം ഞാൻ ഇതുവരെയായിട്ടും ഇവാൻ്റെ സ്കൂൾ കണ്ടിട്ടില്ല. അപ്പം ഞാനും കൂടി പോവാന്ന് വിചാരിച്ചു. മഴ പെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. പകുതി വരെ സ്കൂട്ടിയിൽ പോയി അവിടുന്ന് പിന്നെ മെയിൻ റോഡ് എത്തിയാൽ പിന്നെ ബസ് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിക്കണം. പിന്നെ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരൊക്കെ വൻ ഉടായ്പാണ്. നേരെ പോവുക ഒറ്റ വളവ്, അത് കഴിഞ്ഞ സ്കൂളാണ്. പക്ഷെ ഇവര് വളഞ്ഞ് തിരിഞ്ഞ് ഒരു 80 രൂപക്കുള്ള വഴിയാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. അറിയാമെങ്കിലും ചോദിക്കാനുള്ള ഒരു ധൈര്യം ഇല്ല. പിന്നെ ഞങ്ങൾ സ്കൂളിൻ്റെ ഉള്ളിൽ കയറി. അവിടെ കയറിയപ്പോൾ എന്തോ ഒപ്പിടാനുണ്ടായിരുന്നു. പിന്നെ ഇവാന്റെ ക്ലാസ്സിന്റെ നമ്പർ ഉണ്ടായിരുന്നു. നമ്പർ എഴുതിയ ഒരു കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡും തന്നു നമ്മൾ നേരെ ക്ലാസ്സിൽ. പിന്നെ ഇവര് സ്കൂളിലത്തെ സെക്കൻഡ് ഫ്ലോറിൽ നോക്കിയുള്ള ഒരു വ്യൂ ആണ്. നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലെത്തി ചുറ്റോറൊന്ന് നോക്കിയപ്പോൾ കുറെ കുട്ടികളെ ബർത്ത്ഡേ ഫോട്ടോസ്, ബർത്ത്ഡേ മന്തിന്റെ നേരെ ഒരു ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചു. അതിൽ ഒക്ടോബറിന്റെ നേരെ ഇവാന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവാന്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട്. പാരന്റ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ ഭയങ്കര നാണ്. പിന്നെ അവന്റെ ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ചു തരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിച്ചു. കൊള്ളത്തില്ല. ആക്ച്വലി ചായയും ബിസ്ക്കറ്റിന്റെ മെനുവിൽ ഇല്ലാത്തതാണ്. ഞാൻ അങ്ങോട്ട് കഴിച്ചു. വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ അവിടെ വേറെ എന്തോ ചെറുതായിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് കുറച്ചധികം ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ബുക്ക്, ബഡ്ജറ്റിലധികം ഒരു ചെറിയൊരു ബുക്ക്, അത് കണ്ടപ്പോൾ വാങ്ങി. ഈ അലി ഫാത്തിമ എന്നുള്ള ബുക്കാണ് മനസ്സിലായിരുന്നത്. പിന്നെ അത് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ ഈ ഓട്ടോകാരൻ വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു. എന്തോ ചെയ്യാൻ, ഉള്ളിൽ കുറെ പറയാനുണ്ടെങ്കിലും ഒന്നും പുറത്തേക്ക് വരാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല പൊരിക്കറി ഉണ്ടായിരുന്നു. അപ്പൊ അതും കഴിച്ചു.